വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ്. നാടൻ പലഹാരം എന്ന് പറഞ്ഞാൽ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം. പക്ഷെ ഇത് ഒരുപാട് ആളുകൾക്കൊന്നും അറിയാൻ പറ്റില്ല, വളരെ കുറച്ച് ആളുകൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു പലഹാരമാണ്. എല്ലാവരും ഇതിപ്പോ നമ്മൾ പുതിയ രീതിയിൽ അടയായിട്ട് ചെയ്യാറുണ്ട്, പക്ഷെ പഴയ രീതിയിലാണ് ഞാനിപ്പോ കാണിച്ചു തരാൻ പോകുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ചെയ്തിരുന്ന രീതിയിലാണ് ഞാനിപ്പോ കാണിച്ചു തരാൻ പോകുന്നത്. വേറൊന്നല്ല, നമ്മുടെ പലഹാരത്തിന്റെ പേര് ഓട്ടട എന്നാണ്. ഓട്ടട എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ പേര് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടെയൊക്കെ ഇതിന് ഓട്ടട എന്നാണ് പറയുന്നത്. ഓട്ടട നമുക്ക് അരി ഉപയോഗിച്ചും ചെയ്യാം, ഗോതമ്പ് ഉപയോഗിച്ചും ചെയ്യാം. അപ്പൊ ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഓട്ടടയാണ്. അതുകൊണ്ട് ഞാൻ ഗോതമ്പിന്റെ ഓട്ടടയുടെ റെസിപ്പിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഓട്ടട എന്ന പേര് വെക്കുമ്പോൾ വലിയ ടഫായിട്ടുള്ള റെസിപ്പി ഒന്നും അല്ല, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. നമുക്ക് ആകെ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഓട്ടട ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ വാഴയിലയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വാഴയിലയിൽ ചെയ്യുന്നതിന്റെ ആ ഒരു ഗുണം എന്താന്നുള്ളതും അതിന്റെ ടേസ്റ്റ് പിന്നെ കഴിച്ചു മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കല്ലാതെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ഓട്ടട ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ്സ് ഒക്കെ അറിയിക്കാം. നമുക്ക് ഓട്ടട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഗോതമ്പ് ഓട്ടടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരവിയത്, ശർക്കര ഗ്രേറ്റ് ചെയ്തത്. ഇതിൽ നമ്മൾ ശർക്കര പാനി ചേർക്കില്ല, ശർക്കര ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഉപ്പ് വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചൂടുവെള്ളമാണ്. ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത്, പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാറില്ല. ആദ്യം നമുക്ക് പൊടി കുഴയ്ക്കാം. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് വാഴയില. വാഴയിലയിലാണ് നമ്മൾ ഓട്ടട പരത്തിയെടുക്കുന്നത്. പൊടിയിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മധുരമുള്ള റെസിപ്പീസ് എല്ലാം ചെയ്യുമ്പോൾ 1 പിഞ്ച് ഉപ്പ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കാറുണ്ട്. ഈ ഉപ്പും പൊടിയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് ചേർക്കാം. ഈ ഓട്ടട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മധുരമുള്ള റെസിപ്പി അല്ല, ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മള് ശർക്കര പാനിയാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ മധുരം വരും. പക്ഷെ ഓട്ടട കഴിക്കുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയായിട്ട് കുറച്ച് മധുരമുള്ള രീതിയിൽ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ശർക്കര ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയതും ചേർക്കാം. തേങ്ങയും ശർക്കരയും നമ്മുടെ പൊടിയും ചേർന്നിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തേങ്ങയൊക്കെ മിക്സ് ആയി വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കാം. അധികം ചൂട് വേണ്ട. അധികം ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളം യൂസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. ഇത് കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പരത്താൻ ഈസി ആയിരിക്കും. ഇപ്പൊ നമ്മള് നമ്മുടെ ഓട്ടടയ്ക്കുള്ള മിക്സ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഓട്ടട റെഡിയാക്കി തുടങ്ങാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഓട്ടട പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവുള്ളൂ. അപ്പോൾ ആദ്യം വെള്ളം കൂടി അടുപ്പിച്ച് വെക്കുക. ഇപ്പോൾ നമ്മൾ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ശരിക്ക് ഈ ഓട്ടട എന്ന് പറയുന്ന ഈ റെസിപ്പി ചെയ്യുന്നത് ഓടിന്റെ പാത്രത്തിലാണ്. ഓടിന്റെ നല്ല വലിയ വട്ടമുള്ള പാത്രത്തിലാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ എന്റെ കയ്യിൽ ഓടിന്റെ പാത്രമില്ല, ഓടിന്റെ ഉരുളി മാത്രമേ ഉള്ളൂ. അപ്പൊ ആ വലിയ ഉരുളി എടുത്ത് വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മൺചട്ടി വെച്ചത്. ഇതുപോലെയുള്ള ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെറിയ മൺചട്ടി അടച്ചു വെക്കുന്ന അടപ്പ് പോലെയുള്ള മൺചട്ടിയുടെ തന്നെ പാത്രങ്ങൾ കിട്ടുമല്ലോ. മണ്ണിന്റെ അടപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളുണ്ട്. ആ മണ്ണിന്റെ പാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഓട്ടട ഉണ്ടാക്കാം. ഇനിയിപ്പോ നമുക്ക് ഈ ചട്ടിയിലേക്ക് 1 ഇല വെക്കാം. ഈ ഇലയിലാണ് നമ്മൾ നമ്മുടെ ഓട്ടട പരത്തി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ചട്ടി ചൂടാണ്, പക്ഷെ കൈ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയ വാഴയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ വാഴയില വെക്കാം. ഇതിപ്പോൾ ചെറിയ ഇല ആയതുകൊണ്ടാണ് ഞാൻ തുമ്പ് കട്ട് ചെയ്തെടുത്തത്. ഇതിലേക്ക് നമുക്ക് കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മുടെ ഓട്ടടയുടെ കുറച്ച് മിക്സ് എടുത്ത് വെക്കാം. കൂടുതൽ മിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തി എടുക്കാൻ പറ്റില്ല. വലിയ
വട്ടത്തിൽ പരത്തിയെടുക്കേണ്ടി വരും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മിക്സ് വെച്ചിട്ട് ചെറിയ കനത്തിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇൻസൈഡൊക്കെ കുക്കായി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസൈഡ് കുക്കായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓട്ടട കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. കൈ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക, അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുമ്പോൾ വാഴയില വേഗം തന്നെ കരിഞ്ഞു പോവാറുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ഈ ഓട്ടട ഉണ്ടാക്കിയിരുന്ന നോൺ സ്റ്റിക്ക് പാൻ ഉണ്ട്. പക്ഷെ അതിലെന്താണെന്ന് വെച്ചാൽ പാൻ വേഗം കംപ്ലൈന്റ് ആയി. എന്ന് വെച്ചാൽ കുറച്ച് നാളിങ്ങനെ അടുപ്പിച്ച് ഉണ്ടാക്കി വന്നപ്പോൾ പാൻ കംപ്ലൈന്റ് ആയി. എന്താണെന്ന് വെച്ചാൽ ആ വാഴയില കരിഞ്ഞതിന് ശേഷം ശർക്കര എല്ലാം കൂടി നമ്മുടെ പാനിലേക്ക് പിടിച്ച് നമ്മൾ 2-3 ഓട്ടട ഉണ്ടാക്കി വരുമ്പോൾ ആ കരിഞ്ഞ് പിടിച്ചത് നമ്മൾ കഴുകി ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ബലത്തിൽ അമർത്തി കഴുകിയൊക്കെ വന്നപ്പോൾ നോൺ സ്റ്റിക്ക് പാനിന്റെ കോട്ടിങ് പോയി. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ പറയാതിരുന്നത്. നോൺ സ്റ്റിക്ക് പാനിൽ കംപ്ലൈന്റ് വരുന്നുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടാണ് കേട്ടോ കംപ്ലൈന്റ് വരുന്നത്. അല്ലാതെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് വരില്ല. ഇപ്പോൾ നമ്മൾ ചെറിയ കനത്തിൽ ഓട്ടട പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമ്മൾ അടുത്ത ഇല വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഒരുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. എങ്കിലേ ഓട്ടട കറക്റ്റായിട്ട് ഇൻസൈഡ് കുക്കായി കഴിക്കാൻ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. ഇതിപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒന്നുകിൽ നമുക്കിപ്പോൾ ഒരു വാഴയില യൂസ് ചെയ്തിട്ട് തന്നെ അടച്ചു വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കാം. തിരിച്ചിടുമ്പോൾ വാഴയില വെച്ചിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓട്ടട ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ വെച്ചിരുന്ന വാഴയിലയൊക്കെ നന്നായിട്ട് വാടി. ഇനിയിപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം ഇത് ചട്ടിയിൽ നിന്നങ്ങ് പതുക്കെ പൊക്കിയെടുക്കാം. അതിനുശേഷം മറ്റൊരു വാഴയില നമുക്ക് ചട്ടിയിലേക്ക് വെക്കാം. വാഴയില ഒന്ന് വാടി വരട്ടെ. അതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഓട്ടട തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഓട്ടട തിരിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ രീതിയിൽ വെച്ചിട്ടാണ് വീണ്ടും അടച്ചു വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു സൈഡ് കുക്കായി വരാൻ ലോ ഫ്ലെയിമിൽ 7 മിനിറ്റ് എടുത്തു. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4 മിനിറ്റ് ഒക്കെ മതി. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കുക്കായി വരാനേ കൂടുതൽ ടൈം എടുക്കുള്ളൂ. അടുത്ത സൈഡ് വേഗം തന്നെ കുക്കായി വരും. ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കാം. പിന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ വാഴയില ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഓട്ടട വെച്ചിട്ട് പരത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടട ഉണ്ടാക്കാം. പക്ഷെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓട്ടടയുടെ കറക്റ്റ് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാഴയിലയിൽ തന്നെ ചെയ്യാം. ഇല്ലെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇത് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഓട്ടട കുക്കായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത ഓട്ടടയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ഇലയിൽ നിന്ന് മാറ്റാം കേട്ടോ. ആ ഇല കരിഞ്ഞു വരുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏറ്റവും പെർഫെക്റ്റ് നമ്മൾ ഓട്ടടയ്ക്ക് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളിൽ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഓട്ടടയും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം കൈ നനയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ അളവിലാണെങ്കിൽ 3 ഓട്ടട നമുക്ക് റെഡിയാക്കി എടുക്കാം. 3 ഓട്ടട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിൽ കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു 4 പേരുള്ള ഒരു ഫാമിലി ആകുമ്പോൾ 3 ഓട്ടട തന്നെ ആവശ്യത്തിനാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമാണ്. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു ഇല വെച്ചു കൊടുത്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഴയില ഒന്ന് ചെറുതായിട്ട് കീറിയതായിരുന്നു. അപ്പോൾ നമ്മൾ ഓട്ടട പരത്തി വരുമ്പോൾ ആ വാഴയിലയിൽ നിന്ന് വിട്ടിട്ട് ചട്ടിയിലേക്ക് ആയി പോവും. അപ്പോൾ നമുക്ക് മണ്ണിന്റെ ചട്ടിയുടെ ടേസ്റ്റ് ആയി വരും ഓട്ടടയ്ക്ക്. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ അട ചുട്ടെടുത്ത വാഴയില വെച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ആദ്യത്തെ അത്രയും ടൈം എടുക്കില്ല കേട്ടോ ഓട്ടട ആയി വരാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിക്ക് ചൂടുണ്ട്. ആദ്യമേ ചട്ടി ചൂടായി വന്നിട്ട് വേണമായിരുന്നു. ചെറിയ ചൂടേ ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഇപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരത്തുമ്പോൾ കൈ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ ഓട്ടട കുക്കായി വരുമ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ആദ്യം തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് വന്നത്. വീണ്ടും നമ്മൾ അടിഭാഗത്തേക്ക് തിരിച്ചിട്ട് വരുമ്പോൾ ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് കുക്കായി വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ഓട്ടടയും ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് ഓട്ടട റെഡി ആയിട്ടുണ്ട്.
ഇതിപ്പോ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇല്ല ഞാൻ പറഞ്ഞ പോലെ നോൺ സ്റ്റിക് പാനിൽ വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരും. കറക്റ്റ് ആയിട്ട് നമ്മുടെ ഓട്ടടയുടെ ടേസ്റ്റ് അല്ലാതെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കൂടി വരുന്നേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ രണ്ട് രീതിയിലും ഉണ്ടാക്കാം. ഏത് പാത്രമാണോ നമ്മുടെ കയ്യിലുള്ളത് അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഹെൽത്തി റെസിപ്പി തന്നെയാണ്. നമുക്ക് ഈവനിങ്ങിൽ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ വലിയ ആളുകൾക്കാണെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ ആ ഒരു റെസിപ്പിയുടെ ഓർമ്മപ്പെടുത്തലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ ഒരു റെസിപ്പി ചെയ്തത്. ഇതിപ്പോ ഇത് കണ്ടോ, ചെറിയ തിക്നെസ്സേ ഉള്ളൂ, അധികം തിക്നെസ് ഇല്ല. പക്ഷെ കഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഓട്ടട എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുന്ന ആളുകൾ കമന്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.